ക്ലീനറായി KV പ്രദീപിനെ നിയമിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏറ്റവും കുറ്റാരോപിതരായ ആളുകളുടെ അഭിഭാഷകനെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നത് കള്ളന് ചൂട്ടുപിടിക്കലാണ്. വിചിത്രമായ സംഭവങ്ങളാണ് കാണുന്നതെന്നും ബന്ധപ്പെട്ട മന്ത്രിയാണ് ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് വിചിത്രമായ മറുപടിയാണെന്നും താൻ അറിയില്ല എന്ന നിലയിലാണ് മന്ത്രിയുടെ പ്രതികരണമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ തുടക്കമായതുകൊണ്ട് കർശന വിമർശനത്തിന് മുതിരുന്നില്ലെന്നും മറ്റൊരു വിസ്മയമാണോ എന്ന് നോക്കാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്ന് തന്നെ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സർക്കാരുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായി ഓരോ വകുപ്പിൻ്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. പക്ഷേ വിചിത്രമായ പരസ്യ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ അറിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്ന നിലയാണുണ്ടായത്. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് നടക്കാനിടയാവുക? അതോടൊപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളനെ ചൂട്ടുപിടിക്കലായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അത്. IT കമ്പനി TCS വീണ്ടും വിവാദത്തിൽ. ജോലിസ്ഥലത്തെ പീഡനത്തെ തുടർന്ന് പൂനെ യൂണിറ്റിലെ എഞ്ചിനീയർ ജീവനൊടുക്കി. 48-കാരനായ അമിത് അഭയ് ബ്രഹ്മയാണ് ജൂൺ 2-ന് ജീവനൊടുക്കിയത്. കമ്പനിയിലെ 2 വനിതകൾക്കും ഒരു പുരുഷനുമെതിരെ പീഡനാരോപണം എഴുതിവെച്ചാണ് എഞ്ചിനീയർ ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. 3 പേർക്കുമെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു. തന്റെ അന്തസ്സിന് കളങ്കം വരുത്തി സുഹൃത്ത് വിനോദ് പാലിച്ച പരാതി അമിത് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വനിതാ ജീവനക്കാരായ അശ്വതിയും അർച്ചനയും ചേർന്ന് നല്ല പ്രൊജക്ടുകൾ തനിക്ക് നിഷേധിക്കുകയും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തത് പ്രൊജക്ടുകൾ നൽകി ബുദ്ധിമുട്ടിച്ചെന്നും അമിത് കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. TCSന്റെ നാസിക് യൂണിറ്റിൽ ലൈംഗിക പീഡനാരോപണം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഏതാനും ജീവനക്കാർ അറസ്റ്റിലായിരുന്നു. ജോലിസ്ഥലത്തെ പീഡനത്തെ തുടർന്ന് പൂനെ യൂണിറ്റിലെ എഞ്ചിനീയർ ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് IT കമ്പനിയായിട്ടുള്ള TCS വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. 48-കാരനായിട്ടുള്ള അമിത് അഭയ് ബ്രഹ്മയാണ് ജൂൺ 2-ന് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജോലിസ്ഥലത്തെ പീഡനമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പ്രധാന കാരണം. കമ്പനിയിലെ 2 വനിതകൾക്കും ഒരു പുരുഷനുമെതിരെ പീഡനാരോപണമൊക്കെ എഴുതി വെച്ചിട്ടാണ് എഞ്ചിനീയർ ഇത്തരത്തിൽ ജീവനൊടുക്കിയിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസിന്റെ ഭാഗത്തുനിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ 3 പേർക്കുമെതിരെ ഇപ്പോൾ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. തന്റെ അന്തസ്സിന് കളങ്കം വരുത്തി സുഹൃത്ത് വിനോദ് പാലിച്ച് നൽകിയ പരാതി നൽകിയതെന്നും അമിത് കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. വനിതാ ജീവനക്കാരിയായിട്ടുള്ള അശ്വതിയെയും അർച്ചനയ്ക്കുമെതിരെയും ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. നല്ല പ്രൊജക്ടുകൾ തനിക്ക് നിഷേധിക്കുകയും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രൊജക്ടുകൾ തനിക്ക് നൽകി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അമിത് കത്തിൽ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല. TCSന്റെ നാസിക് യൂണിറ്റിൽ ലൈംഗിക പീഡനാരോപണം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഏതാനും ജീവനക്കാരൊക്കെ അറസ്റ്റിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരാൾ കൂടി ജീവനൊടുക്കിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ് IT കമ്പനിയായിട്ടുള്ള TCS. നിപ സ്ഥിരീകരിച്ച കോഴിക്കോട് ഇന്ന് കേന്ദ്ര സംഘം പരിശോധനയ്ക്കെത്തും. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലെ ഡോക്ടർമാർ അടങ്ങുന്ന 7-അംഗ സംഘമാണ് എത്തുന്നത്. രാമനാട്ടുകര സ്വദേശിയായ യുവാവിന് രോഗം സ്ഥിരീകരിച്ചെന്ന് സംശയിക്കുന്ന ഗോഡൌണിൽ ഉൾപ്പെടെ സംഘം പരിശോധന നടത്തും. കളക്ടർ, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ എന്നിവരിൽ നിന്നും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തും. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ നില ഗുരുതരമായി തുടരുകയാണ്.
നിപ്പ ഇപ്പോൾ വലിയ ആശങ്കയിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള കോഴിക്കോട് ഇന്ന് കേന്ദ്ര സംഘമൊക്കെ എത്തുകയാണ്. പരിശോധനയ്ക്കായിട്ടാണ് കേന്ദ്ര സംഘമൊക്കെ എത്തുന്നത്. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലെ ഡോക്ടർമാർ അടങ്ങുന്ന 7-അംഗ സംഘമാണ് പരിശോധനയ്ക്കായി എത്തുന്നത്. ഈ ഒരു രോഗവ്യാപനത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നത് കണ്ടെത്തുക എന്നതാണ് ഈ 7-അംഗ സംഘത്തിന്റെ ഒരു ലക്ഷ്യം. ഈ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള യുവാവിന് രോഗം സ്ഥിരീകരിച്ചു എന്ന് സംശയിക്കുന്ന ഗോഡൌണിൽ ഉൾപ്പെടെ സംഘം പരിശോധനയൊക്കെ നടത്തും. അതുമാത്രമല്ല, ആരോഗ്യവകുപ്പ് ഈ രാമനാട്ടുകര സ്വദേശിയുടെ സമ്പർക്ക പട്ടികയൊക്കെ പുറത്തുവിട്ടിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സംഘം പരിശോധന നടത്താനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളക്ടർ, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ എന്നിവരിൽ നിന്നും സ്ഥിതിഗതികളൊക്കെ സംഘം വിലയിരുത്താനാണ് സാധ്യത. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നതൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പരിശോധനയ്ക്കായി ഇവർ എത്തുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇത് എവിടെ നിന്നാണ് ഈ രോഗം വന്നത്, ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 7-അംഗ സംഘം, കേന്ദ്രത്തിന്റെ 7-അംഗ സംഘം പരിശോധന നടത്തുന്നത്. ആരോഗ്യവകുപ്പിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിപ്പ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും ആ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ ആരോഗ്യമന്ത്രിമാർ മെഡിക്കൽ ബിരുദധാരികളായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിപ്പയെ കൈകാര്യം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. അത്യന്തം ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോഴത്തേതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇതൊരു വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇവിടെ ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയുണ്ട്. നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. ഏറ്റവും കടുത്ത നിപ്പ ബാധയടക്കമുണ്ടായ ഘട്ടത്തിൽ ആ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല.